കാണ എന്ന് പറയുന്ന മീൻ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഫിഷ് കറിയുടെ റെസിപ്പി നമുക്ക് നോക്കിയാലോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ ഒരു മൺചട്ടിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് ചൂടാക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടി അട്ടഞ്ഞത് ചേർത്ത് നമുക്ക് ചെറുതീയിൽ വെച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, ഇത്രയും ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1/4 കപ്പ് ചുവന്നുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് നമുക്ക് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 7 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത്ര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ എരിവ് കുറവായിരിക്കും, എന്നാൽ നല്ല കളറും അതുപോലെ കൊഴുപ്പും ഈ ഒരു ഗ്രേവിക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ മെയിനായിട്ട് എരിവ് പച്ചമുളകിൽ നിന്നാണ് ഈ ഒരു കറിക്ക് ഉണ്ടാവുക. അതുകൂടി ചേർത്തൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കറിവേപ്പില, അതുപോലെ 2 പച്ചമാങ്ങ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു മീൻ കറിക്ക് കുടപ്പുളി അല്ലാട്ട് ഉപയോഗിക്കുക, പകരം പച്ചമാങ്ങയാണ് പുളിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് 3 കപ്പ് വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എക്സ്ട്രാ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് എടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ മാങ്ങയൊക്കെ നന്നായിട്ട് വേകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രേവിയൊക്കെ തിളച്ച് ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കാണ മീൻ 3/4 കിലോ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരുപാട് കുത്തി നിറച്ച് ചട്ടിയിൽ നിറയ്ക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിവിടെ മുഴുവൻ മീനും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ചാറ് ഷോർട്ടേജ് പോലെ തോന്നി, കാരണം ഇവിടെ കുറച്ചധികം ചാറാണ് വീട്ടിലെല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഞാൻ 1 കപ്പ് കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ മീൻ വേവാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ഈ കറി മുഴുവനായിട്ട് തിളച്ച് വരുമ്പോഴേക്കും മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒരിക്കലും ഇളക്കരുത്. ഇതുപോലെ ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടാറിക്കഴിഞ്ഞാൽ ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞാൽ അടിപൊളിയായിട്ട് വരും. ഇത് അടുത്ത ദിവസം കഴിക്കാനാണ് സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്യണേ.